ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മാംഗ്ലൂർ, ഉടുപ്പി ഈ ഒരു ഭാഗത്തൊക്കെ ചെയ്യാറുള്ള ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, തുവര ദാൾ. അപ്പോൾ ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ള പരിപ്പാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. 2 വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ എടുത്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. ചെറുതായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്ന പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി 2 വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്, ചെറുതായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം കുക്കറിൽ തന്നെ വെജിറ്റബിൾസും കൂടെ വേവിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളരിക്ക, അതുപോലെ പൊട്ടാറ്റോ, പിന്നെ ക്യാരറ്റ് ഇതുപോലുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെജിറ്റബിൾസ് എടുക്കാം. അതുപോലെ പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾ ആണെങ്കിൽ അത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി, കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം മാത്രമല്ല കേട്ടോ, ഞാൻ പുളിയോട് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം, വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് വേകുന്ന സംഭവം തന്നെയാണല്ലോ ക്യാരറ്റ് ആയാലും പൊട്ടാറ്റോ ആയാലും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഞാനൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് ഓൺ ചെയ്യാം ഫ്ലെയിം. ഇതിലോട്ട് 5 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. 5 ടീസ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വെള്ളം വാർന്നെടുത്ത മല്ലിയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കടലപ്പരിപ്പ്. അപ്പോൾ 2 ടീസ്പൂണ് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളായി. ഇനി നമുക്കിതിലോട്ട് മുളക് ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി, നമ്മുടെ കാശ്മീരി മുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഒരു 6 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന്, മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്, നല്ല ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അധികം കരിഞ്ഞു പോയിട്ടുമില്ല, നമുക്ക് പാകത്തിന് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിന് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ബ്ലെൻഡറിലാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്തിരി മതി. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഒരു വെജിറ്റബിൾസ് ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് ഈ ഒരു മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിൾസ്, ഇപ്പോൾ മുരിങ്ങക്ക അതുപോലെ വെണ്ടക്ക അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ കുക്കർ മൂടി വെക്കാതെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്ലെൻഡറിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു സാമ്പാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. പിന്നെ നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ചെടുത്ത പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അത് അവസാനം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടെ തിക്കാവും. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല വെട്ടി തിളക്കണം. എന്നിട്ടാണ് നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. പിന്നെ ഇതിലോട്ട് നമുക്ക് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തത് മാത്രമാണ്, പിന്നീട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് പാകത്തിനായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വറവിടൽ മാത്രമാണ് പിന്നെ ബാക്കി പരിപാടി. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. നമ്മൾ വീട്ടിലൊക്കെ മസാല കൂട്ടൊക്കെ ഉണ്ടാക്കി ചെയ്യുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ്. പിന്നെ നമുക്കിനി ഇത് വറവിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഞാൻ ഒരു നുള്ള് ക്യൂമിൻ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ള് ഉലുവ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 വറ്റൽമുളക് അതും കൂടെ ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കണം, ഒരു നുള്ള്. പിന്നെ നിങ്ങൾ റെഡിമെയ്ഡ് സാമ്പാർ പൊടി യൂസ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു സമയത്ത് സാമ്പാർ പൊടി കുറച്ച് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ പച്ചക്കറി വേവിക്കുമ്പോഴും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു നുള്ള് നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ മുമ്പും അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറാണിത്. നല്ല പുഴുങ്ങലരി ചോറിൻ്റെ കൂടെ ഒരിച്ചിരി പിക്കളും കൂടെ ഉണ്ടെങ്കിൽ നല്ല കുശാലായി. പിന്നെ ചിക്കനോ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു സാമ്പാർ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. Thank you.